3 മണിക്കൂർ അടുപ്പിച്ചാണ് ഈ സിനിമയുടെ ദൈർഘ്യം. അതുകൊണ്ട് തന്നെ സമയം ലഭിക്കാത്ത മൂലം ഞാൻ ഈ സിനിമ കാണുന്നത് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോരുകയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ അക്കാദമി അവാർഡ്സിൽ ഓസ്കാർസിൽ 13 നോമിനേഷനുകളാണ് സിനിമയ്ക്ക് ലഭിച്ചത്. പിന്നെ സമയം കണ്ടെത്തി കാണുകയല്ലേ വഴിയുള്ളൂ. പോൾ തോമസ് ആൻഡേഴ്സൺ നിർമ്മാണവും രചനയും സംവിധാനവും നിർവഹിച്ച് 2025 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ബ്ലാക്ക് കോമഡി ആക്ഷൻ ത്രില്ലർ സിനിമയാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു വൈൽഡ് റൈഡ് പാക്കേജ് ആണ് സിനിമ നമുക്ക് തരുന്നത്. സാവേജ് ആൻഡ് എപ്പിക് ഇൻ വേസ് നോ വൺ എക്സ്പെക്ട്സ്. അമേരിക്കയിലുള്ള ഒരു റാഡിക്കൽ ഗ്രൂപ്പാണ് ഫ്രഞ്ച് 75. സിനിമ ആരംഭിക്കുന്നത് അമേരിക്കയിലേക്ക് ഇലീഗലായിട്ട് കടന്നുകൂടിയ കുറെ ഇമിഗ്രൻസിനെ തടങ്കിലാക്കി വെച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അവരെ ഈ ഫ്രഞ്ച് 75 ഗ്രൂപ്പ് വന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഈ തടങ്കിലാക്കിയ കുറെ പോലീസുകാർക്ക് നേരെ ഒരു മിലിറ്റന്റ് ഓപ്പറേഷൻ നടത്തുന്നതും ഒക്കെയാണ്. ഈ ഫ്രഞ്ച് 75 എന്ന ഗ്രൂപ്പ് ഇമിഗ്രൻസിനെ രക്ഷിക്കാൻ വേണ്ടി ആക്രമണം അയച്ചു വിട്ടപ്പോൾ അവർ തടങ്കിലാക്കി വെച്ചിരുന്ന ആളുകളുടെ കേണലാണ് ലോക്ക് ജോ എന്ന് പറഞ്ഞൊരാൾ. അയാൾ ആക്രമണം നേരിട്ടതിന് ശേഷം പിന്നീട് ഈ ഫ്രഞ്ച് 75യുടെ പിന്നാലെ തന്നെ കൂടുകയും അതിന് ഓരോ മെമ്പേഴ്സിനെയും 1 by 1 ആയിട്ട് ഇല്ലാതാക്കുകയാണ് പിന്നീട്. പക്ഷേ ഈ ഗ്രൂപ്പിലെ പ്രധാന മെമ്പറായ ബോബ് അയാളുടെ കൈക്കുഞ്ഞുമായിട്ട് ആ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ദൂരെ ഒരു നാട്ടിൽ മറ്റൊരു ഐഡന്റിറ്റിയിൽ ജീവിച്ചിരുന്ന ഇവരെ രണ്ടുപേരെയും തേടി കേണൽ അവിടേക്ക് എത്തുകയും കേണലിനൊപ്പം തന്നെ ഇവരുടെ ഭൂതകാലവും കൂടി ഇവരെ തേടി എത്തുകയും പല സത്യങ്ങൾ പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്യുന്നതുകൂടെയാണ് സിനിമ നമ്മളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. സം സെർച്ച് ഫോർ ബാറ്റിൽസ് അതേഴ്സ് ബോൺ ഇൻ ഇറ്റ് എന്നാണ് സിനിമയുടെ ടാഗ് ലൈൻ തന്നെ. ബാറ്റിൽ തന്നെയാണ് സിനിമയുടെ മൊത്തത്തിലുള്ള പ്രമേയം. പക്ഷെ 2 രാജ്യങ്ങൾ തമ്മിലുള്ളതൊന്നുമല്ല. എന്നാൽ ഒരു ഇന്നർ ബാറ്റിൽ ഉണ്ട്. ആശയങ്ങൾക്ക് വേണ്ടി, ന്യൂനപക്ഷമായ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ നല്ല രസമാണ് ഈ സിനിമ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഒരു ബോറടിയും നമുക്ക് എവിടെയും തന്നെ തോന്നാത്ത രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ആബ്സല്യൂട്ട്ലി നത്തിങ് ക്യാൻ ഗോ റോങ് വിത്ത് ദിസ് മൂവി. This movie is so intense, chaotic and somehow funny as hell. അത് പറയാൻ കാര്യം വെച്ചാൽ ഇൻ ദ മിഡ് ഓഫ് ഹെവി സീനിന്റെ ഇടയിലായിരിക്കും പെട്ടെന്ന് ഒരു സ്വിച്ച് ആവുന്നത്. ആ ഒരു ടോണല്ല, എന്നിട്ട് അതൊരു തമാശ അതിന്റെ ഇടയ്ക്ക് കടന്നു വരികയാണ്. നമ്മളൊരു സീരിയസ് സീൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതിനുള്ളിൽ നമ്മളിങ്ങനെ ലോക്ക് ആയിട്ട് ഇരിക്കുകയായിരിക്കും. പെട്ടെന്ന് അതിന്റെ കൂട്ടത്തിൽ അതൊട്ടും ഫോഴ്സ്ഫുള്ളി അല്ലാതെ തന്നെ അതിന്റെ ഒരു നാച്ചുറലി ഒരു തമാശ വന്നിട്ട് നമ്മളിങ്ങനെ ചിരിക്കുന്നുണ്ടാവും. വിച്ച് ഈസ് റിയലി ഇൻസെയിൻ ആൻഡ് അപ്രീഷിയബിൾ. സിനിമയിലുടനീളം എടുത്തു പറയുന്ന ഒരുപാട് നല്ല സീനുകൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടത് സിനിമയിൽ കാണിക്കുന്ന ഒരു കാർ ചേസ് ആണ്. 3 കാറുകൾ തമ്മിൽ ചേസ് ചെയ്ത് പോകുന്ന ഒരു സീൻ. ഒരു ഇച്ച്ഹോക്ക് വൈബാണ് ആ സീനുള്ളതെന്ന് പറഞ്ഞിട്ട് ധാരാളം പ്രശംസ ആ സീനിൽ ലഭിച്ചിട്ടുണ്ട്. സംവിധായകനായ പോൾ തോമസ് ആൻഡേഴ്സന്റെ എല്ലാ സിനിമയൊന്നും എനിക്ക് ഡൈജസ്റ്റ് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ. അദ്ദേഹത്തിന്റെ ഹിസ് ഫിലിംസ് ആർ കൈൻഡ് ഓഫ് ഹിറ്റ് ഓർ മിസ് ഫോർ മീ. പക്ഷേ ഈ സിനിമ എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സിനിമയാണ്. അത് യാതൊരു സംശയം കൂടാതെ പറയാം. അതുപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആക്ടേഴ്സും, ഡിക്കോപ്രി ആണെങ്കിലും സെയിൻപെൻ ആണെങ്കിലും ഫീമെയിൽ ക്യാരക്ടേഴ്സ് ചെയ്ത എല്ലാ ആക്ടേഴ്സും ഡിഡ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്. എല്ലാവരും നല്ല രസമായിരുന്നു. അതുപോലെ ഒരു സിനിമയുടെ ഒരു പാതിയൊക്കെ തൊട്ട് ഒരു കണ്ടിന്യൂസ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. സിനിമ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഫണി മൊമെന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റൻസ് സീൻസുകളായിരിക്കും. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നമ്മളിങ്ങനെ ഹെഡ്ഫോണൊക്കെ വെച്ചാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ ഉടനീളം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് ഭയങ്കര വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. നിങ്ങളൊരു സിനിമ ഇനി കാണാൻ വേണ്ടി ഇരിക്കുവാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 3 മണിക്കൂർ അടുപ്പിച്ചുള്ള ഒരു സമയം മാറ്റി വെക്കാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. ദിസ് മൂവി ഡിഡ് ആൻ എക്സലന്റ് ബാലൻസ് ഓഫ് ഷോ ഡോണ്ട് ടെൽ.